മന്ത്രിസഭാ രൂപീകരണത്തിൽ തലസ്ഥാനത്ത് തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു. ലീഗിന് 5 മന്ത്രിസ്ഥാനവും ഒരു പ്രധാന പദവിയും നൽകിയേക്കും. ചെന്നിത്തലയെ കണ്ട് വി.ഡി. സതീശൻ. ഒരു MLA മാത്രമുള്ള ഘടകകക്ഷികൾക്ക് ടേം വ്യവസ്ഥ ആലോചനയിൽ. ലീഗ് കേരളത്തിന്റെ മതേതര മുഖമെന്ന് വി.ഡി. സതീശൻ. പട്ടിക നാളെ ഗവർണർക്ക് കൈമാറും. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ BJP സംസ്ഥാന നേതൃത്വം. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ രൂക്ഷ വിമർശനം. തോൽപ്പിച്ചത് ഭരണവിരുദ്ധ വികാരമല്ല, നേതാക്കളുടെ ശൈലിയാണെന്ന് അംഗങ്ങൾ. വീട്ടിൽ പോയി ചോദിക്കുക ഡാഷ് മോനെ പ്രയോഗങ്ങൾ കൊണ്ട് എന്ത് നേടിയെന്നും വിമർശനം. പാർട്ടി തിരുത്തിയില്ലെങ്കിൽ അണികൾ തിരുത്തിക്കുമെന്നും മുന്നറിയിപ്പ്. പാലക്കാട് ജില്ലയിൽ CPM-ൽ വിഭാഗീയത രൂക്ഷമെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ്. തൃത്താല ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെ പരാജയത്തിന് കാരണം പാർട്ടിക്ക് അകത്തെ പ്രശ്നങ്ങളാണെന്നും ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. വിഭാഗീയ പ്രവർത്തനങ്ങൾ പരിഹരിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് CPM. കനത്ത മഴയിൽ ഓടയിലെ മലിനജലത്തിൽ വീണ് യുവാവിന് ദാരുണാന്ത്യം. ആലപ്പുഴ ചാത്തനാട് സ്വദേശി ബോബച്ചൻ തങ്കച്ചനാണ് മരിച്ചത്. ഇന്നലെ രാത്രി പെയ്ത മഴയിൽ കാൽ വഴുതി വീഴുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് നാട്ടുകാർ മൃതദേഹം കണ്ടെത്തിയത്. ബോബച്ചൻ ഓടയിൽ വീണ കാര്യം രാത്രി ആരും അറിഞ്ഞിരുന്നില്ല. ഓട തുറന്ന നിലയിലായിരുന്നു, കൈവരിയും ഇല്ലായിരുന്നു. കോഴിക്കോട് കാവിലുംപാറയിൽ ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടം. പുലർച്ചെ 2 മണിയോടെ ആഞ്ഞു വീശിയ കാറ്റിൽ മരം വീണ് 7 വീടുകൾ പൂർണ്ണമായും 10 വീടുകൾ ഭാഗികമായും തകർന്നു. ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങളും കടപുഴകി. രാജ്യത്തെ ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് പണിമുടക്കുമായി ഡെലിവറി ജീവനക്കാർ. 12 മണിക്ക് ആരംഭിച്ച പണിമുടക്ക് വൈകിട്ട് 5 മണിവരെ നീളും. ഗിഗ് ആൻഡ് പ്ലാറ്റ്ഫോം സർവീസസ് വർക്കേഴ്സ് യൂണിയൻ ആണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. മുഴുവൻ ആപ്പ് അധിഷ്ഠിത സർവീസുകളും നിർത്തിവെച്ചാണ് പ്രതിഷേധം. താരസംഘടനയായ അമ്മയുടെ ബൈലോ തിരുത്തും. പ്രസിഡന്റിന് കൂടുതൽ അധികാരം നൽകാനാണ് നീക്കം. കരട് രേഖ ഇന്ന് നടക്കുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിക്കും. ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനെതിരെ അമ്മ എക്സിക്യൂട്ടീവിൽ പ്രതിഷേധം ഉയർന്നിരുന്നു. സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ വില കിട്ടാനായി കർഷകരുടെ കാത്തിരിപ്പ്. കോട്ടയം ജില്ലയിൽ മാത്രം 95 കോടിയോളം രൂപയാണ് കർഷകർക്ക് ലഭിക്കാനുള്ളത്. പുതിയ സർക്കാർ അധികാരമേറ്റാൽ വൈകാതെ പണം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. സംസ്ഥാനത്ത് സ്കൂൾ പാഠപുസ്തക വിതരണത്തിൽ പ്രതിസന്ധി തുടരുന്നു. LDF സർക്കാർ പടിയിറങ്ങും മുന്നേ പാഠപുസ്തക അച്ചടി പൂർത്തിയാക്കിയെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ 35% പുസ്തകം ഇനിയും വിതരണം ചെയ്യാനുണ്ട്. പല ജില്ലകളിലും പുസ്തക വിതരണം മുടങ്ങിയിട്ടുണ്ടെന്നാണ് അധ്യാപകർ പരാതിപ്പെടുന്നത്. ഇറാനെതിരെ അമേരിക്ക വീണ്ടും സൈനിക നടപടിക്ക് ഒരുങ്ങുന്നതായി സൂചന. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി 2.0 നടപ്പാക്കാൻ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായാണ് റിപ്പോർട്ട്. നീക്കം ചൈനയിൽ നിന്ന് തിരിച്ചെത്തിയതിന് പിന്നാലെ ആണവായുധങ്ങൾ കൈവശം വയ്ക്കുന്നതിൽ നിന്നും ഹോർമുസ് കടലിടുക്ക് തടയിടുന്നതിൽ നിന്നും ഇറാനെ പിന്തിരിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളിലേക്ക് എത്താൻ അമേരിക്കയും ചൈനയ്ക്കും കഴിഞ്ഞെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ.